ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് കണ്ട ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതെന്താ PR വർക്കാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ അത്രയും പോസിറ്റീവ് കമന്റ്സ്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എന്നാ പിന്നെ ഇത്രയും നല്ല ഈ സിനിമ ഒന്ന് കാണണമല്ലോ എന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. കല്യാണം കഴിക്കാതെ നിന്നുപോയ കുടുംബത്തിലെ മൂത്ത മകൻ, അതാണ് പ്രിൻസ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആൺമക്കൾ പെണ്ണൊക്കെ കെട്ടി ഈ ചേട്ടന്റെ ചിലവിൽ അങ്ങനെ ജീവിക്കുന്നു. ചേട്ടൻ നമ്മുടെ പഴയ വാത്സല്യം സിനിമയിലെ മമ്മൂട്ടിയുടെ ന്യൂജൻ വേർഷനാണ്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അച്ഛൻ, അമ്മ, പോത്തുപോലെ വളർന്ന 2 അനിയന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ പ്രസവം ഇതൊക്കെ നോക്കുന്നു. ഇങ്ങനെ നോക്കുന്നതാണ് ഫസ്റ്റ് ഹാഫിലെ കഥ. ഈ അനിയന്മാർക്കും ഈ കഥയ്ക്കും സെക്കൻഡ് ഹാഫുമായി യാതൊരു ബന്ധവുമില്ല. അത് വേറെ കഥയാണ്. ഈ ഫസ്റ്റ് ഹാഫ് സിനിമയിലെ കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ധ്യാനിനെയും മറ്റേ അനിയനെയും ഇങ്ങനെ ഇടയ്ക്ക് കാണാമെന്ന് മാത്രം. ഇവരെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ധ്യാനിനെ അവർ കാനഡയിലേക്ക് കയറ്റിവിടും. ഇന്റർവ്യൂസിൽ തగ్గടിച്ച് വൈറലാക്കി മാറ്റാനുള്ള ധ്യാനിന്റെ കഴിവിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ ധ്യാനിനെ കുത്തിക്കയറ്റിയത് എന്ന ബലമായൊരു സംശയവും എനിക്കുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എല്ലാ സിനിമകളിലും എന്തെങ്കിലും ഒരു വേഷത്തിൽ ധ്യാനിനെ കാണാം. സിനിമയുടെ പ്രൊമോഷൻ വൈറലാക്കാൻ വേറെ മെനക്കിടേണ്ടല്ലോ. കഥയിലേക്ക് വരാം. ഈ പോത്തുപോലെ വളർന്നവരെ തീറ്റിപ്പോറ്റുന്നതിലെ കോമഡിയൊന്നും എനിക്ക് അത്ര വർക്കായില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് അത്ര പോരാ. 1-2 തമാശയൊക്കെ കൊള്ളാമെന്നതൊഴിച്ചാൽ വേറൊന്നുമില്ല. സിനിമയിൽ നായകന് പ്രായക്കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും എത്രയാണ് പ്രായമെന്ന് പറയുന്നില്ല. എന്നാൽ ഒരു ക്ലൂ ഉണ്ട്. ഒരു പെണ്ണിനെ നായകന് വലിയ ഇഷ്ടമാകുമ്പോൾ ആ പെണ്ണ് അത് തന്റെ അമ്മയെയാണ് നായകന് ഇഷ്ടമായത് എന്ന് തെറ്റിദ്ധരിക്കുന്നതും നായകൻ തകർന്നു പോകുന്നതുമായ ഒരു രംഗമുണ്ട്. അപ്പൊ ആ പെണ്ണ് നായകന് കുറഞ്ഞത് ഒരു 48-50 എങ്കിലും കണക്കൂട്ടി കാണണം. നമുക്ക് കണ്ടാലും എന്തായാലും അതിലും കുറവ് പറയില്ല. ദിലീപിനെ ഈ സിനിമയിൽ 50 വയസ്സെങ്കിലും തോന്നിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളാണ് ഫസ്റ്റ് ഹാഫിൽ പഴയ ദിലീപ് സ്റ്റൈൽ കോമഡികൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ചിലപ്പോഴൊക്കെ അരോചകമായി പോകുന്നുമുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരാം. കാലിക പ്രസക്തിയും സാമൂഹിക പ്രസക്തിയും ഒക്കെ ഇവിടെയാണ് വരുന്നത്. തീർച്ചയായും കാണേണ്ട സിനിമയാണ് എന്ന് MA ബേബി പറഞ്ഞത് ആ പാട്ടിനെ ഉദ്ദേശിച്ചാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പരിധി കടക്കുന്ന പ്രൈവസി വയലേഷൻ ആണ് വിഷയം. അല്ല, അത് മാത്രമല്ല, റീച്ചിന് വേണ്ടി മരണം വരെ ആഘോഷിക്കുന്ന, ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവതലമുറയെ പറ്റി കൂടിയാണ് സിനിമ പറയുന്നത്. യുവതലമുറ എന്ന് പറയാൻ കാരണം ഈ സിനിമയിലെ ഇൻഫ്ലുവൻസർ നായികയുടെ പ്രായം 24 എന്നതാണ്. എന്നാൽ സത്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇമാതിരി പണിയെടുക്കുന്ന പ്രമുഖരിൽ പലരും 80s and 90s കിഡ്സ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോട്ടെ, നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം. നമ്മുടെ 50-കാരൻ നായകൻ 24-കാരി നായികയെ കെട്ടുന്നു. അതാണ് സെക്കൻഡ് ഹാഫ്. ഒരു ഇൻഫ്ലുവൻസറിനെ കെട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് കാണിക്കാനാണ് സിനിമ ശ്രമിക്കുന്നതെങ്കിലും എനിക്ക് തോന്നിയത് മകളുടെ പ്രായമുള്ള ഒരാളെ കെട്ടിയാൽ അവർ രണ്ടുപേരും 2 വൈബാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നതാണ്. പാർട്ട്നേഴ്സിന്റെ പ്രായ കൂടുതലും പ്രായക്കുറവുമൊന്നും ഒരു പ്രശ്നമില്ല. അതിപ്പോ ആർക്ക് പ്രായം കൂടിയാലും കുറഞ്ഞാലും. പക്ഷെ വൈബ് ഏകദേശമെങ്കിലും സെയിം ആകണ്ടേ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് പെണ്ണ് കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് വീഡിയോസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നായിരിക്കും. പക്ഷേ ഈ സിനിമ പഴയ ദിലീപ് ജയറാം സിനിമകളുടെ ഒരു സ്ഥിരം ടെംപ്ലേറ്റിൽ തന്നെ പോകാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അങ്ങനത്തെ ന്യൂജൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ല. പകരം തന്നിഷ്ടക്കാരിയായ നായിക, നന്മമരമായ നായകൻ, അവസാനം നായിക തെറ്റ് മനസ്സിലാക്കി നല്ല കുട്ടിയായി മാപ്പ് പറഞ്ഞ് തിരിച്ചു വരുന്നു എന്ന സെയിം ടെംപ്ലേറ്റ്. നായികയായി അഭിനയിച്ച ആളുടെ എനർജി ഇപ്പോഴത്തെ ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ എനർജിയെ മാച്ച് ചെയ്യുന്ന തരത്തിലായിരുന്നു. നല്ല പ്രകടനമായിരുന്നു. വെറുപ്പിക്കുക എന്ന ദൗത്യം നന്നായി ചെയ്തിട്ടുണ്ട്. വിവാഹ ദിവസത്തെ ഡാൻസ്, അതിന്റെ ചിത്രീകരണം, അവിടുത്തെ എനർജിയൊക്കെ സിനിമയിൽ ഗംഭീരമായി വന്നിട്ടുണ്ട്. ഉർവശിയുടെ പാട്ടും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയിലൂടെ പറയാൻ ശ്രമിച്ച കാര്യം വളരെ ഗംഭീരമായി കുറച്ച് വാക്കുകളിലൂടെ ആ കഥാപാത്രം കൺവേ ചെയ്തു. സിനിമയിൽ നായകന്റെ പ്രൈവസിയെ നായിക കണക്കിലെടുക്കാതെ വീഡിയോസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. തന്റെ പ്രൈവസി നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന നായകൻ ഒരു തവണ പോലും നായികയോട് നോ പറയുന്നതായി കാണിക്കുന്നില്ല. വീട്ടുകാരാണെങ്കിൽ ഫുൾ സപ്പോർട്ടുമാണ്. നോ പറയാതെ ഏതാണ് ബൗണ്ടറി എന്ന് കാണിക്കാതെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം കിടന്ന് വെപ്രാളം കാണിച്ചിട്ട് എന്ത് കാര്യം. ശരിക്കും എക്സാജറേറ്റ് ചെയ്ത് കുളമാക്കാതെ പ്രൈവസി കൺസേൺ എന്നൊരു വിഷയത്തിൽ ഉറച്ചു നിന്ന് സിനിമ മുന്നോട്ട് പോയിരുന്നെങ്കിൽ സംഭവം ഒരു നല്ല സോഷ്യൽ മെസ്സേജ് ഒക്കെ ആയിനെ. പക്ഷെ ഇവിടെ ഓവറാക്കി നായികയെ മാക്സിമം വില്ലനാക്കി പഴയ സിനിമകളിൽ ഗ്യാസ് ഓൺ ചെയ്ത് നായികയെ കൊല്ലുന്ന അമ്മായിയമ്മ ടൈപ്പ് രീതിയിലേക്ക് പോയി. ഇനിയിപ്പോ നായകൻ ക്ഷമിക്കണോ അതോ നായികയോട് പോയി പണി നോക്കാൻ പറയണോ എന്നറിയാതെ കൺഫ്യൂഷൻ അടിക്കുന്നത് സിനിമയുടെ അവസാനം കാണാം. അവസാനം സച്ചിയെ കൂട്ടുപിടിച്ച് സച്ചിയുടെ ഒരു കോട്ട് എടുത്ത് സേഫ് സോൺ ആകാൻ നോക്കുന്നതും കാണാം. സിനിമ അവസാനം എല്ലാവരും ഒന്നിക്കുന്നതായി കാണിക്കണമത്ര. അങ്ങനെ നായകനും നായികയും ഒന്നിക്കുന്നു. പക്ഷെ അപ്പോൾ വീണ്ടും സംശയം, നായിക ജോലിയൊക്കെ നിർത്തി എന്നൊരു സൂചന വിടില്ലേ, അതിനിപ്പോ പണിയാകുമോ എന്ന്. എന്നാൽ പിന്നെ അതും പരിഹരിക്കാം. നായിക ജോലി നിർത്തിയിട്ടില്ല എന്നുകൂടി കാണിച്ചേക്കാം. അങ്ങനെ അതും തട്ടിക്കൂട്ടുന്നു. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ പഴയ അമ്മായിമ്മ ടൈപ്പ് ആക്കാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ജോണി ആന്റണിയുടെ കഥാപാത്രത്തെ കുറിച്ച് 2 വാക്ക് പറയണം. ഈ കഥാപാത്രത്തിന്റെ പണി മുതലാളിയുടെ മാട്രിമണി ആപ്പിൽ കയറി അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ത്രീകളെ വിളിച്ച് ഉമ്മ കൊടുക്കലാണ്. അതിന് പോലീസിന്റെ തല്ല് വാങ്ങുന്നത് ദിലീപിന്റെ പ്രിൻസ് ആണ്. പക്ഷെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ആ കഥാപാത്രം അവസാനം പ്രിൻസിനോട് ഒരു സെന്റി ഡയലോഗ് അടിക്കുന്നുണ്ട്. നമ്മുടെ നാടൊക്കെ അങ്ങ് മാറിപ്പോയി, അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. അതായത് ന്യൂജന്റെ കയ്യിലിരിപ്പ് കാരണം നമ്മുടെ നാട് നാശമായി പോയി എന്ന്. എന്താ അല്ലേ?
അപ്പൊ എന്താണ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.